നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ നെയിമിംഗ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എങ്ങനെ നമുക്ക് ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഓഫ്ലൈൻ വന്ന സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറെ കൂടെ കൂടുതൽ എക്സാമ്പിൾ തരിക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനകത്ത് നോക്കിക്കോളൂ, ഞാൻ അന്ന് എഴുതിയ കുറേ ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ ഇന്ന് എഴുതുകയാണ്. നിങ്ങൾ കേട്ടിരുന്നാൽ മതി, ഓർമ്മയുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നെയിം ചെയ്യുമ്പോൾ എങ്ങനെ നെയിം ചെയ്യണമെന്നാണ് പറഞ്ഞത്. ആദ്യം പ്രിഫിക്സ് വല്ലതും ഉണ്ടെങ്കിൽ അത് ആദ്യം എഴുതണം. പ്രിഫിക്സിനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പുകളും അല്ലെങ്കിൽ ഹാലജൻ ക്ലോറിനോ അല്ലെങ്കിൽ ബ്രോമിനോ അല്ലെങ്കിൽ അയോഡിനോ അല്ലെങ്കിൽ ഫ്ലൂറിനോ ഒക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ വേർഡ് റൂട്ട് ഉണ്ടോ എന്നാണ് നോക്കുന്നത്. പിന്നെ അതിനകത്ത് എന്താണ് സെക്കൻഡറി പ്രൈമറി സഫിക്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. പ്രൈമറി സഫിക്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. പിന്നെ സെക്കൻഡറി സഫിക്സ് ഉണ്ടോ എന്ന് നോക്കുന്നു. സെക്കൻഡറി സഫിക്സിനകത്ത് ഫുള്ള് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. OH ആണെങ്കിൽ പേരിന് OL ചേർക്കും. COOH ആണെങ്കിൽ പേരിൽ ഓയിക് ആസിഡ് ചേർക്കും. അതേപോലെ തന്നെ CHO ആണെങ്കിൽ പേരിന് അവസാനം AL ചേർക്കും. CO ആണെങ്കിൽ പേരിന് അവസാനം ON ചേർക്കും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്, അല്ലേ? അപ്പൊ വേർഡ് റൂട്ടിനകത്ത് നമ്മൾ ഒന്നാമത്തെ പറയാം. വേർഡ് റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാർബൺ ആണെങ്കിൽ മെത്ത് എന്ന് പറയും, 2 കാർബൺ ആണെങ്കിൽ എത്ത് എന്ന് പറയും, 3 കാർബൺ ആണെങ്കിൽ പ്രൊപ്പ് എന്ന് പറയും. അങ്ങനെ പ്രൈമറി സഫിക്സിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഏൻ എന്ന് പറയും, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഈൻ എന്ന് പറയും, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഐൻ എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നെയിമിങ്ങിനകത്ത് ഉപയോഗിക്കേണ്ടുന്നത്. പിന്നെ കുറെ എക്സ്ട്രാ കാര്യങ്ങളോട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അതുകൂടെ ചെക്ക് ചെയ്യാം. ഞാൻ ഒന്നാമത്തെ കോമ്പൗണ്ട് നോക്കിയോ, ഞാൻ നേരത്തെ നിങ്ങളെ ചെയ്യിപ്പിച്ച തന്നെ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു പോവാണ്. CH3 എഴുതാത്തവർ എഴുതിക്കോണം. CH3 CH ഡബിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH2 CH3. ഇതല്ലല്ലോ CH. ഓക്കെ, ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവരുടെ പ്രിഫിക്സ് ഒന്നുമില്ല, പക്ഷേ വേർഡ് റൂട്ട് ഉണ്ട്. വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ 5 കാർബൺ ആണ്. 5 കാർബൺ ആകുമ്പോൾ പെൻഡ് ആണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. പെൻഡ് ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഈൻ എന്നാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് തെറ്റാണ്. കാരണം ഇവിടെ ഡബിൾ ബോണ്ട് ഇവിടെ VIP കാറ്റഗറി ആയിട്ട് എടുക്കുക. അപ്പൊ ഡബിൾ ബോണ്ടിനെ നമ്പർ ചെയ്യാന്നുള്ള, ഡബിൾ ബോണ്ട് ഏത് കാർബണിലാണ് വരുന്നത് എന്നുള്ളതിന്റെ പൊസിഷനും കൂടെ നമ്മൾ എപ്പോഴും മെൻഷൻ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഓക്കെ, അതുകൊണ്ട് നമ്മൾ അതിന്റെ പൊസിഷൻ നമ്മൾ കാർബൺ ആറ്റത്തിന് നമ്പർ ചെയ്തിട്ട് വേണം എല്ലാ പൊസിഷനും ചെയ്യാൻ വേണ്ടി. നമ്മൾ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 മൂന്നാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ആണ്. പക്ഷെ ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2ലാണ് ഡബിൾ ബോണ്ട്. അപ്പോൾ 1 2 3 4 5 ഈ രീതി നമ്പർ ചെയ്യുന്നതായിരിക്കും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേ. അപ്പോൾ പെൻഡ് രണ്ടാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് പെൻഡ് 2 ഈൻ എന്ന് വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, CH3 C ട്രിപ്പിൾ ബോണ്ട് CH ആയിരുന്നു ചെയ്യിപ്പിച്ചത്. ഇതിനകത്ത് ട്രിപ്പിൾ ബോണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 കാർബൺ ആയതുകൊണ്ട് പ്രൊപ്പ് ട്രിപ്പിൾ ബോണ്ട് ആയതുകൊണ്ട് ഐൻ പ്രൊപ്പൈൻ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ പ്രൊപ്പൈൻ എഴുതാൻ പാടില്ല. കാരണം എന്താണെന്നറിയോ, ആ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷനും കൂടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കണം ബിഫോർ റൈറ്റിംഗ് ഇറ്റ്സ് എന്താണ് പ്രൈമറി സഫിക്സ്. അപ്പൊ അതിനുവേണ്ടി കാർബണെ നമ്പർ ചെയ്തേ പറ്റത്തുള്ളൂ. കാർബണെ നമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, ബ്രാഞ്ചുകളോ അല്ലെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പുകളോ ക്ലോറിനോ അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പോ ഒക്കെ വരുവാണെങ്കിൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പോ ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ആൽക്കൈൽ ഗ്രൂപ്പോ ഒക്കെ ഉള്ള കാർബൺ വേണം ചെറിയ നമ്പർ കിട്ടാൻ. ആ ചെറിയ നമ്പർ കിട്ടുന്ന രീതി വേണം നമ്പർ ചെയ്യാൻ. അപ്പൊ ഇവിടെ ട്രിപ്പിൾ ബോണ്ടേ ഉള്ളതുകൊണ്ട് ട്രിപ്പിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ എണ്ണാൻ തുടങ്ങണം. ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 രണ്ടാമത്തെ പൊസിഷനിലാണ് കാർബണിൽ ഡബിൾ ബോണ്ട് വന്നിരിക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് എണ്ണുമ്പോൾ 1 2 3 കണ്ടോ, ഫസ്റ്റ് കാർബണിൽ തന്നെ ഡബിൾ ബോണ്ടാണ്, അല്ല ട്രിപ്പിൾ ബോണ്ടാണ്. അപ്പൊ അങ്ങനെ എണ്ണാൻ തുടങ്ങിയിട്ട് വേർഡ് റൂട്ട് കൊടുക്കുക, പെൻഡ് ഹൈഫൻ ഇടുക. എപ്പോഴും ഒരു വേർഡ്, ഒരു ലെറ്ററും ഒരു ആൽഫബറ്റും ഒരു നമ്പറും തമ്മിൽ ഒരു ഹൈഫൻ ഇട്ട് സെപ്പറേറ്റ് ചെയ്യണമെന്നൊരു നിയമം കൂടെ ഉണ്ട്. പെൻഡ് 1 എന്നിട്ടിട്ട് ഐനെന്ന് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് പലർക്കും സംശയം ഉണ്ടാവും, 1 ആയതുകൊണ്ട് നമുക്ക് പെൻഡൈൻ എഴുതത്തില്ല. അങ്ങനെ എഴുതാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്പറും കൂടെ ചേർത്ത് എഴുതുന്നതായിരിക്കും നിങ്ങൾക്ക് എല്ലാം തെറ്റിപ്പോകാതിരിക്കാൻ ഉള്ള ഒരു വഴി. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ CH3 സിംഗിൾ ബോണ്ട്, CH2 സിംഗിൾ ബോണ്ട്, C ട്രിപ്പിൾ ബോണ്ട്, C സിംഗിൾ ബോണ്ട്, CH3 ആണ്. ഓക്കെ ആണല്ലോ. ഇതിനെ അപ്പം നമുക്കറിയാം, ഇവിടെ ഇപ്പം പ്രൈമറി പ്രിഫിക്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് അവസാനത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അപ്പൊ ആകെയുള്ള വേർഡ് റൂട്ടും പ്രൈമറി സഫിക്സും മാത്രമേ ഉള്ളൂ. പ്രൈമറി സഫിക്സിൽ ട്രിപ്പിൾ ബോണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഐനാണ് വരുന്നത്.
ഇപ്പൊ ഇവിടെ മൊത്തം 5 കാർബൺ. ഇപ്പൊ പെൻഡൈൻ എന്ന് കൊടുക്കരുത്, കാരണം ഇവിടെ ട്രിപ്പിൾ ബോണ്ടിനെ VIP കാറ്റഗറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. VIP കാറ്റഗറി വരുമ്പോൾ എപ്പോഴും അതിന് നമ്പർ കൊടുത്തിട്ട് വേണം റെപ്രസെന്റ് ചെയ്യാൻ. അത് ആര് വന്നാലും, ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാലും പ്രിഫിക്സ് വന്നാലും ആര് വന്നാലും അതിനെ നമ്പർ ചെയ്യണം. അപ്പൊ കാർബൺ ആറ്റത്തിനെ നമ്പർ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 മൂന്നാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട് വരുന്നത്. അപ്പൊ അത് ഇവിടെ നിന്ന് എണ്ണി നോക്കാം. കണ്ടോ, ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1 2 3 4 5 കണ്ടോ. ഇവിടെ നിന്ന് എണ്ണുമ്പോൾ രണ്ടാമത്തെ കാർബൺ കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ രണ്ടാമത്തെ കാർബണിലാണ് ട്രിപ്പിൾ ബോണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ എഴുതുമ്പോൾ പെൻഡ് 2 ഐൻ എന്ന് എഴുതുക. പെൻഡ് 2 ഐൻ എന്ന് എഴുതുക. ഓക്കെ ആണല്ലോ. ഇനി നാലാമത്തെ കോമ്പൗണ്ട് എഴുതുന്ന സമയത്ത് ബ്രാഞ്ചുകൾ വന്നു തുടങ്ങും. അതായത് CH3 CH സിംഗിൾ ബോണ്ട് CH3, ഇതേല് ഒരു CH3 ഇങ്ങനെ എഴുതുക. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട് ഒന്നുമില്ല. ഇവിടെ ഇപ്പം ബ്രാഞ്ച് വരുന്നുണ്ട്. ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം, ഒരു മരം, ഇതാണ് മരത്തിന്റെ മെയിൻ. ഇതിൽ ചില്ലകൾ വരുന്നുണ്ടോ, ഒരു ബ്രാഞ്ച് വരാം, ഇവിടെ വേറൊരു ബ്രാഞ്ച് വരാം, ഇവിടെ വേറൊരു ബ്രാഞ്ച് വരാം, ഇവിടെ വേറൊരു ബ്രാഞ്ച് വരാം. അപ്പം ആ ബ്രാഞ്ചുകൾ വരുന്ന സമയത്ത് എപ്പോഴും ആലോചിച്ചോണം, ബ്രാഞ്ചുകളാണ് VIP. ഓക്കെ ആണല്ലോ. അപ്പൊ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ കാർബൺ ആറ്റത്തിന് എണ്ണാൻ തുടങ്ങണം. മാത്രമല്ല ഇവിടെ ലോങ്ങസ്റ്റ് ചെയിനെ, അതായത് ഒരെണ്ണത്തിനെ മെയിൻ ചെയിൻ ആയിട്ടും ഒരെണ്ണത്തിനെ ബ്രാഞ്ച് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യണം. മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റം ചെയിൻ. ഇപ്പൊ ഇവിടെ നോക്കി, ഇവിടെ നമ്മൾ വേണ്ട ഇതിനെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനൊന്നും വരച്ച് എഴുതരുതേ. ഇതിനെ നമ്മൾ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുകയാണ്, കാരണം അതിനകത്ത് 3 എണ്ണം ഉണ്ട്. ഇതിനെ നമ്മൾ ബ്രാഞ്ച് ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് ഇപ്പൊ എഴുതുമ്പോൾ എഴുതിക്കോണം, എന്താ, ഇത് മെയിൻ ചെയിൻ ആണ്, മെയിൻ ചെയിൻ ആണ്, ലോങ്ങസ്റ്റ് ആണ്, മെയിൻ ലോങ്ങസ്റ്റ് ചെയിൻ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ബ്രാഞ്ച് ആണ്. ബ്രാഞ്ചിൽ ഒരു കാർബൺ വരുന്ന ബ്രാഞ്ചിനെ നമ്മൾ മീഥൈൽ എന്നാണ് പറയുന്നത്. ശരിയല്ലേ? അപ്പം ഇവിടെ ഒന്നാമത്തെ പൊസിഷൻ, രണ്ടാമത്തെ പൊസിഷൻ, മൂന്നാമത്തെ പൊസിഷൻ, എങ്ങനെ എണ്ണിയാലും രണ്ടാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിനെ എപ്പോഴും ഉണ്ടെങ്കിൽ അതിനെ പ്രിഫിക്സ് ആയിട്ട് ആദ്യം എഴുതണം. രണ്ടാമത്തെ പൊസിഷനിൽ ഹൈഫൻ ഇടുക, മീഥൈൽ, 2 മീഥൈൽ പ്രൊപ്പൈൻ എന്ന് വരും. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോണം. ഡൗട്ട് ആർക്കുണ്ടോ അവർ ഡൗട്ട് ചോദിച്ചോണം. ഡൗട്ട് ആർക്കുണ്ടോ അവർ ഡൗട്ട് ചോദിക്കുക. ഏതാ 2ഓ? അതായത് രണ്ടാമത്തെ പൊസിഷനിലാണല്ലോ. ഇതാരോ ചോദിച്ചു, ആശിഷാണോ? ഇന്നലെ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ, ഒരു വ്യത്യാസമില്ല. അതായത് രണ്ടാമത്തെ പൊസിഷനിലാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടോ, രണ്ടാമത്തെ പൊസിഷനിൽ ഏത് ബ്രാഞ്ചാ, മീഥൈൽ ബ്രാഞ്ച്. അപ്പൊ 2 മീഥൈൽ. ഡബിൾ ബോണ്ടിനെ നെയിം ചെയ്തപ്പോഴത്തേക്കും ENEയുടെ ഫ്രണ്ടിൽ പൊസിഷൻ ഇട്ടില്ലേ, അതേപോലെ ബ്രാഞ്ചിനെ നെയിം ചെയ്യുമ്പോഴും ആ ബ്രാഞ്ച് ഏത് പൊസിഷനിലാണെന്നുള്ളത് നമ്പർ ചെയ്യണം. മനസ്സിലായോ? ഓക്കെ. ഡൗട്ട് ഉള്ളത് ചോദിച്ചോണം, അത് കുഴപ്പമില്ല. അപ്പൊ നോക്കിയോ, ഇവിടെ CH3 CH2 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 CH3 ഇതേലാണ് ഇവിടെ ബ്രാഞ്ച് വന്നിരിക്കുന്നത്. അപ്പൊ ഇതേലെ നിങ്ങൾ ലോങ്ങസ്റ്റ് ചെയിൻ എങ്ങനെ സെലക്ട് ചെയ്യും? നിങ്ങൾക്ക് എങ്ങനെ വേണം സെലക്ട് ചെയ്യാൻ? നോക്കിയോ, ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും സെലക്ട് ചെയ്യാം. നോക്കിയോ, ഇങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്തില്ലേ? കണ്ടോ, ഇതിനെ മെയിൻ ചെയിൻ ആക്കിയിട്ട് ഇതിനെ വേണമെങ്കിലും എന്താക്കാം, ബ്രാഞ്ച് ആക്കാൻ പറ്റും. അപ്പം നിങ്ങൾ എപ്പോഴും ആലോചിച്ചോണം, എൻഡ് ടു എൻഡിൽ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള കാർബൺ ആറ്റം ചെയിൻ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പം ഇവിടെ ഇങ്ങനെ എണ്ണിയാലും 1 2 3 4 5 6, ഇങ്ങനെ എണ്ണിയാലും 6 ആണ്, നേരെ എണ്ണിയാലും 6 ആണ്. അപ്പൊ നമുക്കിപ്പം നേരെ തന്നെ പോകാം. അപ്പൊ നേരെയുള്ള അതിനെ നമ്മൾ എന്തായിട്ട് സെലക്ട് ചെയ്യാണ്? നേരെയുള്ളതിനെ നമ്മൾ മെയിൻ ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കുകയാണ് അല്ലേ. മെയിൻ ആയിട്ടുള്ള ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കുക, ലോങ്ങസ്റ്റ് ചെയിൻ അല്ലേ. അപ്പൊ ഇതെന്താണ്, ഇത് അതിന്റെ ബ്രാഞ്ച് ആണ് അല്ലേ, ശരിയല്ലേ? ഇത് അതിന്റെ ബ്രാഞ്ച് ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ബ്രാഞ്ചിനെ നമ്പർ ചെയ്യാം. അപ്പം ആദ്യം ലോങ്ങസ്റ്റ് ചെയിനെ നമ്പർ ചെയ്യുമ്പോൾ ബ്രാഞ്ചിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ വേണം എണ്ണാൻ തുടങ്ങാൻ. അപ്പൊ ഇവിടെ 1 2 3 4 5 6 ആണെങ്കിൽ അങ്ങനെ എണ്ണരുത്. അങ്ങനെ എണ്ണുമ്പോൾ അഞ്ചാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വരുന്നത്. ഇങ്ങനെ എണ്ണുമ്പോൾ 1 2 3 4 5 6 ഇങ്ങനെ എണ്ണുമ്പോൾ രണ്ടാമത്തെ കാർബണിൽ ബ്രാഞ്ച് വരും. അപ്പൊ എന്തെന്ന് വരും? അപ്പം 2 ബ്രാഞ്ച് ഏതാ? ഒരു കാർബണുള്ള ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ മീഥൈലാണ്. 2 മീഥൈൽ. 6 കാർബൺ എന്ന് പറയുമ്പോൾ ഹെക്സെയ്ൻ എന്ന് വരും, കാരണം സിംഗിൾ ബോണ്ട് ആണല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ബ്രാഞ്ചിൽ ഡബിൾ ബോണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ നമ്പർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡബിൾ ബോണ്ടിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതി വേണം നിങ്ങൾ എണ്ണാൻ തുടങ്ങാനായിട്ട്. അപ്പൊ ബ്രാഞ്ചിനെക്കാളും പ്രിഫറൻസ് കൂടുതൽ, ബ്രാഞ്ചിനെക്കാളും VIP ആരാ? ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പ്രോട്ടോകോൾ അനുസരിച്ച്
നമ്മുടെ മുഖ്യമന്ത്രിയെക്കാട്ടിലും എന്താണ് പ്രിഫറൻസ് കൂടുതൽ പ്രധാനമന്ത്രിക്കാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രിയെക്കാട്ടിലും പ്രിഫറൻസ് കൂടുതൽ പ്രസിഡന്റിനാണ്. മനസ്സിലായോ? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പം ഇതേപോലെ തന്നെയാണ്. ഇപ്പോൾ ഓരോ ആൾക്കാർക്കും പ്രിഫറൻസ് ഉണ്ട്. അത് നമുക്ക് അടുത്ത ഒരു രീതിയിൽ ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. മനസ്സിലാകാത്തവർ ചോദിക്കണം. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യനകത്ത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പോവാണേ. CH3 CH2 CH2 CH CH2 CH3 ഇവിടെ CH2 CH2 CH3. ശ്രേയ ഇതിന് ഉത്തരം നൽകിയാൽ നല്ലതായിരുന്നു. ശ്രേയ ഇതിന് ഉത്തരം നൽകിയാൽ നല്ലതായിരുന്നു. പെട്ടെന്നാട്ടെ. ശ്രേയ അറിയാമോ? ഇല്ല. ഓക്കെ. അപ്പൊ നോക്കിയോ. അപ്പൊ നിങ്ങൾ ഇന്നലെ നമുക്ക് ഓഫ്ലൈൻ വന്നവരൊക്കെ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതിയെന്ന് അറിയാമോ? നോക്കിയോ. ഇതിനെ അവർ മെയിൻ ചെയിൻ ആക്കിയിട്ട് ഇതിനെ ബ്രാഞ്ച് ആക്കി, അല്ലേ? അങ്ങനെ ആയിരുന്നു ആദ്യം അവർ ചെയ്തത്. പക്ഷെ ഇത് എഴുതരുത്, അങ്ങനെയല്ല വരുന്നത്. അപ്പൊ ഇങ്ങനെ നെയിം ചെയ്യുവാണെങ്കിൽ നോക്കിയേ, 1 2 3 മൂന്നാമത്തേല് 3 കാർബൺ ഉള്ള ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ പ്രൊപ്പൈലാണ്. അപ്പൊ 3 പ്രൊപ്പൈൽ 1 2 3 4 5 6 കാർബൺ എന്ന് പറയുമ്പോൾ ഹെക്സെയിൻ. 3 പ്രൊപ്പൈൽ ഹെക്സെയിൻ എന്നാണ് ശരിക്കും നിങ്ങൾ നെയിം ചെയ്തത്, അല്ലയോ? എന്നാൽ അതല്ല. കാരണം നമ്മൾ പറഞ്ഞായിരുന്നു മെയിൻ ചെയിനെ സെലക്ട് ചെയ്യുമ്പം ലോങ്സ്റ്റ് ചെയിൻ വേണം സെലക്ട് ചെയ്യാൻ. ഇപ്പൊ നോക്കിയേ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻഡ് ടു എൻഡ് നോക്കിയേ, ഇങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ലോങ്സ്റ്റ് ചെയിൻ അല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൽ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 ഉള്ളൂ. എന്നാൽ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയേ, ഇങ്ങനെ നോക്കുമ്പോൾ നോക്കിയോ, ഇങ്ങനെ നോക്കുമ്പോൾ എത്ര കാർബൺ ഉണ്ടാവും? നോക്കിയോ, 1 2 3 4 5 6 7 ഇല്ലേ? അപ്പൊ ഇതിനെ വേണം ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കാൻ. അതായത് മെയിൻ ചെയിൻ, അതായത് ഇതാണ് മെയിൻ ലോങ്സ്റ്റ് ചെയിൻ എന്ന് വേണമെങ്കിൽ എഴുതാം. ലോങ്സ്റ്റ് ചെയിൻ ആയിട്ട് എടുക്കാം. അപ്പൊ ബ്രാഞ്ച് ഏതാ? ബ്രാഞ്ച് ഇതായിരിക്കും, അല്ലേ? അപ്പൊ 2 കാർബൺ ഉള്ള ബ്രാഞ്ചിനെ നമ്മൾ ഈത്തൈൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി അടുത്തത് നമ്പർ ചെയ്യാം. ഇവിടെ നിന്ന് നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, 4th കാർബണിലാണ് ബ്രാഞ്ച് കിടക്കുന്നത്. ഇവിടെ നിന്ന് എണ്ണുമ്പോഴും 1 2 3 4th കാർബണിലാണ് കിടക്കുന്നത്. അപ്പൊ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും എണ്ണാൻ തുടങ്ങാം. അപ്പം 4ാമത്തെ കാർബണിൽ ഈത്തൈൽ ആയതുകൊണ്ട് 4 ഈത്തൈൽ 1 2 ഹെപ്റ്റൈൻ. ഹെപ്റ്റ് എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഹെപ്റ്റൈൻ വരും. ആണോ? ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ശ്രേയക്ക് മനസ്സിലായിരുന്നോ? ഓക്കെ. ബാക്കിയുള്ളവർക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. പെട്ടെന്ന് ചോദിക്കണം. ഓക്കെ. അപ്പൊ അടുത്ത നോക്കിയോളൂ. അടുത്തത് 7ാമത്തെ ചോദ്യം എന്ന് പറയുമ്പോൾ CH3 CH2 OH ആണ്. ഓക്കെ. അപ്പൊ ഇവിടെ പുതിയൊരാളും കൂടെ വന്നു, OH എന്ന് പറയുമ്പോഴത്തേക്കും ആൽക്കഹോൾ ഗ്രൂപ്പ് ആണ്. ആൽക്കഹോൾ ഗ്രൂപ്പിനെ നെയിം ചെയ്യുമ്പോൾ പേരിന് അവസാനം OL എന്ന് നെയിം ചെയ്യാൻ പറഞ്ഞായിരുന്നു. ഇനി ഫങ്ഷണൽ ഗ്രൂപ്പ് വരുവാണെങ്കിൽ ഡബിൾ ബോണ്ടിനെക്കാട്ടിലും ട്രിപ്പിൾ ബോണ്ടിനെക്കാട്ടിലും ബ്രാഞ്ചിനെക്കാട്ടിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഡബിൾ ബോണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പിനാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബണിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ എണ്ണാൻ തുടങ്ങും. ഇപ്പൊ ഇതിപ്പം ഫസ്റ്റ് ഇങ്ങനെ എണ്ണിയാൽ 1 1 2 രണ്ടാമത്തെ കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എടുക്കുന്നത്. തെറ്റാണ്. ഇങ്ങനെ എണ്ണുമ്പോൾ കണ്ടോ, ആദ്യത്തെ കാർബണിലാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നത്. അപ്പൊ നമ്പറിങ് കഴിയും. ഇനി അതിനകത്ത് പ്രിഫിക്സ് ഉണ്ടോ നോക്കണം. പ്രിഫിക്സ് ഇല്ല. വേർഡ് റൂട്ട് ഉണ്ട്. 2 കാർബൺ എന്താണ്? ഈത്താണ്. ഈത്ത്. 2 കാർബണിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഈതെയിൻ ആണ്. ഇനി OH വന്നു, പേരിന് അവസാനം OL ആണ്. പൊസിഷനും കൂടെ റെപ്രസെന്റ് ചെയ്യണം. ഈതെയിൻ 1ാമത്തെ പൊസിഷൻ ഓൾ. പക്ഷെ ഇത് തെറ്റാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും 2 വവൽസ് ഒരു വവലിൽ അവസാനിച്ചിട്ട് ഒരു വവലിൽ സ്റ്റാർട്ട് ചെയ്യത്തില്ല. ഈ വവലാണ്, ഓയും വവലാണ്. അപ്പൊ എന്ത് ചെയ്യാന്നറിയാമോ? നമ്മൾ ആ ഈതെയിന്റെ
ഈ കട്ട് ചെയ്തിട്ട് യഥനാക്കും. യഥൻ 1 ഓളം. 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ യഥനോളെന്ന് എഴുതാം. യഥനോളെന്ന് എഴുതാം. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോണം. ഇന്നലെ ക്ലാസ്സിൽ വന്നിട്ടും ഡൗട്ട് ഉള്ളവർക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. ആർക്ക് വേണമെങ്കിലും ചോദിക്കാൻ ഞാനൊന്നും പറയത്തില്ല. നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ള. ഇത് ഒത്തിരി പറഞ്ഞാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇത് പഠിപ്പിക്കുന്നത്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. ഇനിയും സിംപിളി ഒരു ക്വസ്റ്റ്യൻ, CH3OH. അപ്പൊ നമുക്കറിയാം ഇത് ഒരു കാർബണേ ഉള്ളൂ. ഒരു കാർബണിലാണ് OH വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കാർബണിൽ OH വന്നു കഴിഞ്ഞാൽ ഒരു കാർബണിന്റെ വേർഡ് റൂട്ട് മെത്താണ്. അപ്പം അറിയാം ഒരു കാർബണിലുള്ള ഇത് വരുവാണ് മീഥൈൻ തന്നെയാണ്. അപ്പം മെഥൻ എന്താണ് ഒന്നാമത്തെ കാർബണിലായതുകൊണ്ട് നമുക്ക് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. മെഥനോളം എന്ന് എഴുതിയാൽ മെഥനോളം. ഇനി അടുത്ത കോമ്പൗണ്ട് വന്നിരിക്കുന്നത്, ഇനി എഴുതിയില്ലെങ്കിൽ എഴുതിക്കോണേ. അതായത് 9ാമത്തേത് CH3CH സിംഗിൾ ബോണ്ട് CH3. ഇവിടെ OH വരിക. എനിക്കൊന്ന് ഇവിടം വരെയാണെന്ന് തോന്നുന്നു ഓഫ്ലൈൻ ക്ലാസ്സിൽ എഴുതിപ്പിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇനി നമുക്ക് നോക്കാം. ഇവിടെ OH ഗ്രൂപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നുണ്ട് 2ാമത്തെ കാർബണിലാണ്. അപ്പം ഇവിടെ വേറെ അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ കാർബണെ നമ്പർ ചെയ്യാന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഇവിടും ഇങ്ങനെ എണ്ണിയാലും 2ാമത്തെ കാർബൺ, ഇവിടും ഇങ്ങനെ എണ്ണിയാലും 2ാമത്തെ കാർബൺ. അപ്പോൾ അത് ഫിക്സ് ചെയ്തു. 2 എന്ന് പറയുന്ന കാർബണിൽ OH ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇനിയും പ്രഫിക്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ വേർഡ് റൂട്ട് സ്റ്റാർട്ട് ചെയ്യണം. വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ 3 കാർബൺ വരുമ്പോൾ പ്രോപ്പാണ്. പ്രോപ്പ് 2ാമത്തെ കാർബൺ OH ആണ്. അപ്പൊ പ്രോപ്പ് 2 എന്നല്ല. ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ഇനി സഫിക്സ് വേണമല്ലോ, പ്രൈമറി സഫിക്സ് വേണം. കാർബണിന്റെ ഇടയ്ക്കെല്ലാം എന്താ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ പ്രൊപ്പ് എയിനാണ് വരുന്നത്. 1 ഓളം 2 ഓളം വരും. കാരണം 2ാമത്തെ പൊസിഷനില്ല. ഈ എഴുതാൻ പറ്റുമോ? ഈ എഴുതാൻ പാടില്ല. അപ്പൊ പ്രൊപ്പൻ 2 2ാമത്തെ പൊസിഷനിൽ ആൽക്കഹോൾ ഉള്ളതുകൊണ്ട് പ്രൊപ്പൻ 2 ഓളം വരും. ഇവിടെ വരെയാണ് നിങ്ങൾ എഴുതിയെന്നാണ് തോന്നുന്നത് ഓഫ്ലൈൻ ക്ലാസ്സുകാര്. അപ്പൊ ബാക്കി 10ാമത്തേത് എഴുതിക്കോളൂ. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 10ാമത്തെ എഴുതിക്കോളൂ. ആ പറഞ്ഞോ. ഏതാ ഇതോ? 9th. രണ്ടിതാ. ഇത് നിങ്ങൾ ഇന്നലെ എഴുതിയതാ. ഓക്കെ. ഇനിയും നോക്കിയോ, ഇനി പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും എഴുതിയെടുത്തോണം. CH3CH സിംഗിൾ ബോണ്ട് CH2 CH3. ഇതേലൊരു OH വന്നിരിക്കുക. ഇത് അക്ഷിത നെയിം ചെയ്യണം. അറിയത്തില്ല എന്ന് പെട്ടെന്ന് തന്നെ പറയണേ, സമയം കളയല്ലേ. അറിയത്തില്ല. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ നെയിമിങ്ങിന് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്പർ ഇട്ട് കൊടുക്കണം. നമ്പർ ഇട്ട് കൊടുക്കണം. അപ്പം നമ്പർ ഇട്ട് കൊടുക്കണമെങ്കിൽ എങ്ങനെ നമ്പർ ഇട്ട് കൊടുക്കേണ്ടത്? ലോങ്സ്റ്റ് ചെയിനില് കുറവ് നമ്പറിങ് വരുന്നത്. ലോങ്സ്റ്റ് ചെയിൻ നമ്പർ ഇട്ട് കൊടുക്കണം. ഓക്കെ. ലോങ്സ്റ്റ് ചെയിനിന് നമ്പർ ഇട്ട് കൊടുക്കുന്നത് എങ്ങനെ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്പർ ഇട്ട് കൊടുക്കുന്നത്? ഉള്ളത് ചെറിയ നമ്പർ കൊടുക്കാം വരുന്ന രീതിയിൽ. ആർക്ക് ചെറിയ നമ്പർ? OHന് മാത്രം ചെറിയ നമ്പറാണോ? ജനറലി പറയുമ്പോൾ എങ്ങനെ പറയും? OHന്റെ മേളത്തോട് അല്ല, ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്കോ ആൽക്കൈൽ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഡബിൾ ബോണ്ടിനോ ട്രിപ്പിൾ ബോണ്ടും ഉള്ളവരാണെങ്കിൽ അവർക്ക് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. ഫങ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബണ് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. ആൽക്കൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ഉള്ള കാർബണിന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. ഇങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്പർ ചെയ്യുമ്പോൾ എങ്ങനെ നമ്പർ ചെയ്യും? ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യോ, റൈറ്റിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യോ? ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട്. അപ്പൊ ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത് ആണോ? ഈ പറഞ്ഞേ. അപ്പൊ പേര് പറഞ്ഞേ. ഇപ്പൊ അക്ഷരയെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കും, അറിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പറഞ്ഞോ. പ്രഫിക്സ് വല്ലതും ഉണ്ടോ? ആൽക്കൈൽ ഗ്രൂപ്പോ ക്ലോറിനോ ബ്രോമിനോ ഐഡിനോ വല്ലതും ഉണ്ടോ? ഉണ്ടോ? ആൽക്കൈൽ ഗ്രൂപ്പ് ഇല്ല. ഈ അറ്റത്തുള്ള ആൾക്കാരെ കൂട്ടല് കേട്ടോ. ഇതൊന്നും ആൽക്കൈൽ ഗ്രൂപ്പ് അല്ല. ഇതിന്റെ മെയിൻ ആളാ. അതല്ലാതെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു മരം പോവാ. ഇവിടെ ഇലയുണ്ട്. ഇല്ല, ഇല അല്ലെങ്കിൽ ആ ഒരു ഇതുണ്ട്.
ഇപ്പൊ അങ്ങനെ ചിന്തിക്കില്ല. അപ്പൊ ഇവിടെയും ബ്രാഞ്ചിനും ഇതേപോലെ തന്നെയാണ് നിൽക്കുന്നത്. ബ്രാഞ്ച് ഒരു ചെറിയ മരമാണേ ഉള്ളൂ. അപ്പൊ ഇത് ബ്രാഞ്ച്, ഇതൊരിക്കലും ബ്രാഞ്ച് ആവത്തില്ല. മനസ്സിലായോ? ആ ഓക്കെ, പറ. അപ്പം പ്രശ്നമില്ല. വേർഡ് റൂട്ടിൽ എന്താ വരണ്ടേ? ഹെപ്റ്റ് ആണോ വരുന്നത്? എത്ര കാർബൺ ഉണ്ടെന്ന് എണ്ണി നോക്കി. 6 5 അല്ലേ ഉള്ളോ? പെന്റ്. ഇനി എന്താ ചെയ്യണ്ടേ? പെന്റ് 2 എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ബോണ്ടിങ് എന്താന്ന് പറഞ്ഞില്ലല്ലോ. അതായത് വേർഡ് റൂട്ട് വന്നു, പ്രൈമറി സഫിക്സ് എന്താന്ന് പറഞ്ഞില്ലല്ലോ. പെന്റെയിൻ ആണ് അല്ലെ? എയിൻ ആണ്. ഇനി എന്താ? പെന്റെയിനോൾ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ഓളിന്റെ പൊസിഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യണം. പെന്റൻ 2 ഓൾ ആണല്ലോ. ബാക്കി ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ? പെന്റനോൾ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനർത്ഥം ഈ OH ഒന്നാമത്തെ കാർബണിലാണ് അർത്ഥം. OH ഒന്നാമത്തെ കാർബണിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കാര്യം പറയട്ടെ. പെന്റൻ 1 ഓൾ എന്ന് പറയുന്ന ആളുടെ സ്വഭാവവും പെന്റൻ 2 ഓൾ എന്ന് പറയുന്ന ആളുടെ സ്വഭാവവും പെന്റൻ 3 ഓൾ എന്ന് പറയുന്ന ആളുടെ സ്വഭാവവും എൻറ്റയർലി ഡിഫറൻറ്റാ. അപ്പൊ നിങ്ങൾ OH ഓരോ പൊസിഷനിൽ ഇട്ട് കഴിഞ്ഞാൽ എവിടെ ഇട്ടാലും നിങ്ങൾ പെന്റനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവുമോ? ഇല്ല. അപ്പം ആ പൊസിഷൻ മാറുന്ന എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് അവന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി മാറുന്നുണ്ട്, അവന്റെ ബോയിലിംഗ് പോയിന്റ് മാറുന്നുണ്ട്, അവന്റെ മെൽറ്റിംഗ് പോയിന്റ് മാറുന്നുണ്ട്, അവന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് മാറുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മാറുന്നുണ്ട്. ഇപ്പൊ പെന്റൻ 2 ഓളിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിരിക്കില്ല പെന്റൻ 3 ഓളിന്, വേരിയേഷൻ ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ എന്ത് OH കണ്ടാലും നിങ്ങൾ പോയിട്ട് പെന്റനോൾ എന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. അപ്പൊ ആ ഓളിന്റെ പൊസിഷൻ, OHന്റെ പൊസിഷൻ പക്കയായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അടുത്ത കാര്യം. ഓക്കെ, 11ാമത്തെ എഴുതിക്കോളൂ. സായി ആണ് ഇത് പറയേണ്ടത്. CH3 CH2 CH CH2 CH3. ഇപ്പോഴോ? സായി ഉണ്ടോ? അഭിനീത് പറയാമോ? അഭിനീത് പറഞ്ഞോ. പെന്റൻ 3 ഓൾ. വെരി ഗുഡ്. കാരണം നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 മൂന്നാമത്തെ പൊസിഷനിലാണ്. എങ്ങനെ നമ്പർ ചെയ്താലും മൂന്നാമത്തെ പൊസിഷനിലാണ്. അങ്ങനെയാണെങ്കിൽ ഇത് എഴുതിയെന്ന് വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ അഭിനീത് ഇതിന്റെ ഒരു നെയിം തന്നെ ഇതൊന്ന് പറയാമോ? CH3 CH2 CH2 CH3 ഇതിന്റെ പേരൊന്ന് പറയാമോ അഭിനീത്? നിങ്ങൾ എഴുതുമ്പോൾ എല്ലാം ഇത് തന്നെ എഴുതണം കേട്ടോ. ഇതെല്ലാവരും എഴുതണം. ഇത് പെന്റൻ 2 ഓൾ വന്നു, ഇത് പെന്റൻ 3 ഓൾ വന്നു. അപ്പം പെന്റ് 4 അല്ലേ? 4 ആണോ? 4 അല്ലേ? 4 ആണെന്നാണ് പറയുന്നത് അല്ലയോ? 4 ആണെന്നല്ലേ പറഞ്ഞേ? അല്ല 2. പെന്റൻ 2 ഓള് തന്നെയാണിത്. ഈ ആളും സെയിം ആളാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? OHന് ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ എണ്ണാൻ തുടങ്ങണമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ OH ഈ സൈഡിൽ കിടക്കുന്നുണ്ട്, ഇവിടെ എണ്ണാൻ തുടങ്ങി, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. എന്നാൽ ഇപ്പൊ ഇവിടെ OH ഈ സൈഡിൽ നിന്നുമ്പോഴാണ് OH ഉള്ള കാർബണിന് ചെറിയ നമ്പർ കിട്ടുന്നത്. അപ്പം ഇവിടെ എണ്ണുന്ന സമയത്ത് ഇത് 1 2 3 4 5 കേട്ടോ. അപ്പോഴും രണ്ടാമത്തെ കാർബണിൽ തന്നെയാണ് OH. അപ്പൊ പെന്റൻ 2 ഓൾ തന്നെയാണ് അവിടെ. ഇതും പെന്റൻ 2 ഓളാണ്, ഇതും പെന്റൻ 2 ഓളാണ്. ഞാൻ തെറ്റിക്കാൻ വേണ്ടി ചോദിച്ചാണ്. എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ഉത്തരം പറയാൻ റെഡി ആയിരിക്കണം എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ചെയ്യിച്ചായിരുന്നു. നിങ്ങൾ ആരൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എനിവേ ആൽക്കഹോൾ ആണെങ്കിൽ മാത്രമേ ആൽക്കഹോൾ OH ഗ്രൂപ്പ് ആണ് വരുന്നതെങ്കിൽ അവൻ ആൽക്കഹോൾ ഗ്രൂപ്പ് ആണെന്ന് അർത്ഥം.
അപ്പൊ അവന്റെ നമ്മുടെ സെക്കൻഡറി സഫിക്സ് ആയിട്ട് ആ ഭാഗത്ത് എഴുതേണ്ടത് OL എന്ന്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം നോട്ട് വന്നപ്പം ആ പ്രൈമറി സഫിക്സിന് താഴെ സെക്കൻഡറി സഫിക്സിന് താഴെ അതേപോലെ തന്നെ പ്രെഫിക്സിന്റെയും വേർഡ് റൂട്ടിന്റെയും ഒക്കെ താഴെ എന്തൊക്കെയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കിക്കോളൂ, അടുത്തൊരു സെറ്റ്. ഇത് എഴുതിയെന്ന് വിശ്വസിക്കുന്നു. പതിനൊന്നല്ലേ? അപ്പൊ അടുത്ത 12ാമത്തെ നോക്കിക്കോ, 12ാമത്തെ എഴുതിക്കോളൂ. 12ാമത്തെ CH3CHO. അപ്പൊ ആദ്യം മനസ്സിലാക്കിക്കോണം, ഇവിടെ പുതിയൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് വന്നു, CHO ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ ഏത് ഗ്രൂപ്പാ, ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാ? ആൾഡിഹൈഡ് ആണെന്ന് മനസ്സിലാക്കിക്കോണം. ആൾഡിഹൈഡിന്റെ സെക്കൻഡറി സഫിക്സ് ആയിട്ട് എപ്പോഴും എഴുതേണ്ടത് AL ആണ്. ആൽക്കഹോളിന് OL എഴുതിയ പോലെ ഇതിന് AL വേണം എഴുതാൻ. വേറൊരു കാര്യം കൂടെ ആലോചിച്ചോണം. അപ്പൊ നിങ്ങൾ ഇവിടെ മെഥനാലെന്ന് എഴുതി വെക്കല്ലേ, കാരണം എന്താണെന്നറിയോ? ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പിനകത്ത് ഒരു കാർബണുകളുണ്ട്, ആ കാർബണയും കൂടെ ചേർത്ത് വേണം നിങ്ങൾ നമ്പർ ചെയ്യാനും നെയിം ചെയ്യാനും. അപ്പം നിങ്ങൾ ഈ കാർബണെ മാത്രം നെയിം ചെയ്ത് കഴിഞ്ഞാൽ മെഥനാലെന്നായിരിക്കും വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഈ കാർബണും കൂടെ എന്താ, ഇതും കാർബണാ, ഈ കാർബണയും കൂടെ നിങ്ങൾ മെയിൻ ചെയിനകത്ത് കൂടണം. അപ്പൊ ഇത് ഫസ്റ്റ് കാർബൺ, ഇത് സെക്കൻഡ് കാർബൺ ആയിട്ട് കൂടണം. അപ്പൊ രണ്ട് കാർബൺ വരുവാണെങ്കിൽ വേർ റൂട്ട് എത്ത്. ഈ കാർബണും ഈ കാർബണിന്റെ ഇടയ്ക്ക് സിംഗിൾ ബോണ്ട് ആണ് യഥൻ. ഈ എഴുതാൻ പറ്റത്തില്ല, യഥൻ ഒന്നാമത്തെ പൊസിഷനിൽ ആലാണ് അല്ലേ? അപ്പം ഈ എയും വവ്വലാണ്, ഇയും വവ്വലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് യഥൻ വണ്ണാലെന്ന് എഴുതണം, അല്ലെങ്കിൽ സിംപ്ലി നമുക്ക് യഥനാലെന്ന് എഴുതാം. ഓക്കെ, ഇവന്റെ സ്ട്രക്ചർ ഇങ്ങനെ അല്ലായിരിക്കും ചോദിക്കുന്നത്. കാരണം എന്താണെന്നറിയാമോ? CHOനെ അതും കൂടെ വേണം എഴുതിയേക്കണേ, ഇവിടെ വേണമെങ്കിൽ അതും കൂടെ എഴുതിയേക്കണം. ഈ CHOനെ നമുക്ക് C∪OH എന്നാണ് നമ്മൾ ആക്ച്വലി ഈ CHOനെ എഴുതുന്നത്. CHOനെ നമ്മൾ എഴുതുന്നത് വേണ്ട ഈ രീതിയിലായിരിക്കും. ഓക്കെ ആണല്ലോ? സിയും ഓയും നമ്മൾ എപ്പോഴും ഡബിൾ ബോണ്ട് ആയിരിക്കും. പിന്നെ ആ കാർബണിൽ ഒരു H, പിന്നെ ഇവിടെ ആയിരിക്കും ആര് വന്ന് ജോയിൻ ചെയ്യുന്നത്? നമ്മുടെ CH3 ആരാണെങ്കിലും വന്ന് ജോയിൻ ചെയ്യുന്നത് അവിടെ ആയിരിക്കും. അപ്പൊ എപ്പോഴും ആലോചിച്ചോണം, CHOനെ നമുക്ക് എങ്ങനെ എഴുതാം നോക്കിയോ? CHOനെ അത് വേണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഇത് എഴുതുന്നതിന്റെ കൂട്ടത്തിൽ എഴുതിയിട്ടേക്കണം. CHOനെ നമുക്ക് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം, C∪OH എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതിപ്പോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു, ഇത് തന്നെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്ത് അത് അവിടെ എഴുതിയിട്ടേക്കണം. ആ രീതിയിൽ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുവാണെങ്കിൽ തന്നെ ഇങ്ങനെ വരയ്ക്കും. ഇവിടെ ഒരു CH3, പിന്നെ C∪OH. അപ്പോഴും ഇത് ഫസ്റ്റ് കാർബൺ സെക്കൻഡ് കാർബൺ ആയിട്ട് എടുത്തിട്ട് യഥനാല് തന്നെയാണ് എന്നുള്ള കാര്യം. ഡൗട്ട് ഉള്ളവർ ചോദിക്കാം, ഡൗട്ട് ഉള്ളവർ മസ്റ്റ് ആയിട്ടും ചോദിച്ച് ക്ലിയർ ചെയ്ത് പോവാം. അപ്പൊ നിങ്ങൾ ചോദിക്കല്ലേ, ഇവിടെ ഡബിൾ ബോണ്ട് വന്നില്ലേ, അപ്പൊ ഈനല്ലേ വരുന്നത്? അപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഡബിൾ ബോണ്ടും സിംഗിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഒക്കെ കാർബണിന്റെ ഇടയ്ക്ക് വരുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇത് കാർബണിന്റെയും ഓക്സിജന്റെ ഇടയ്ക്ക് വരുന്ന ഡബിൾ ബോണ്ടിലൊന്നും നമുക്ക് ഒരു തരത്തിലും നോക്കേണ്ട ഒരു ആവശ്യമില്ല. അടുത്ത നോക്കിയേ, 13ാമത്തേത്. ഇവന്റെ പേരെന്താ? HCHO എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? അപ്പൊ ഇവിടെ CHO തന്നെയാണ്, ഫങ്ഷണൽ ഗ്രൂപ്പ് ആൾഡിഹൈഡ് ആണ്, AL തന്നെ വരണം. പക്ഷെ ഇവിടെ ഒറ്റ കാർബൺ ഉണ്ട്. ഈ കാർബൺ ഒറ്റ കാർബൺ ഉണ്ടെങ്കിൽ അവന്റെ വേർഡ് റൂട്ട് മെത്താണ്. സിംഗിൾ ബോണ്ട് ആണ്, മെഥൻ ആലാണ്. അപ്പൊ ഇതിനെ വേറെ രീതിയിലും കൂടെ എഴുതാം. എങ്ങനെയും കൂടെ എഴുതാം, C∪OHL. ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഒന്നും വരാതെ പകരം ആര് വരുന്നു? ഇവിടെ ഒരു H വരുന്നു. കണ്ടോ? HCHO. കണ്ടോ? ഈ രണ്ടും ഒരാളാണ്. ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇങ്ങനെയും പരീക്ഷയ്ക്ക് ചോദിക്കാം. അറിയാത്ത ആൾക്കാർ ചോദിക്കാം.
അറിയാത്ത ആൾക്കാർ ചോദിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, അടുത്തത് വേറൊരു കോമ്പൗണ്ട് വരികയാണ്. 14ാമത്തെ കോമ്പൗണ്ട് CH3 CH2 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 CHO. ഇവന്റെ പേരെന്താണ്? ഏബലെ. ഏബൽ എന്ന് പറയാം. ഏബലെ ഇവിടെ ഉണ്ടോ? ആ, ഫങ്ഷണൽ ഗ്രൂപ്പിൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബണെ കൂടെ ചേർത്ത് വേണം നമ്പർ ചെയ്യാൻ. ആ കാർബൺ ഫസ്റ്റ് കാർബൺ ആവും. പെന്റ് അപ്പം വേർഡ്സ് വന്നു കഴിഞ്ഞു. ഇനി അടുത്ത എന്താ വരേണ്ടത്? പ്രൈമറി സഫിക്സ്. പ്രൈമറി സഫിക്സിനകത്ത് എന്തുവാ നോക്കുന്നത്? സിംഗിൾ ബോണ്ട് ആണോ? സിംഗിൾ ബോണ്ട്. അപ്പം എയിന് പെന്റ് എയിൻ. ഇനി അടുത്തത് 1. 1. CHO എന്താ? എന്ത് ഗ്രൂപ്പാ? CHO AL എന്ന് വരും. AL എന്ന് വരും. പക്ഷെ ഈ ഇവിടെ എഴുതുവോ? ഇല്ലല്ലേ, ഈ ഇല്ല. ഓക്കെ. അപ്പം ഈ നമ്മൾ കണ്ടോ, പെന്റൻ 1 ആലെന്നാണ്. അല്ലെങ്കിൽ ഇവനെ സിമ്പിളി എന്തെന്ന് എഴുതാം? പെന്റനാൽ എന്ന് എഴുതാം. പെന്റനാൽ എന്ന് എഴുതാം. രണ്ടും എഴുതിയിട്ടേക്കണം. ഇനി പരീക്ഷയ്ക്ക് ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം കേട്ടോ. സ്ട്രക്ചർ CH3 CH2 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 C ഡബിൾ ബോണ്ട് OH. ഈ CHO എന്ന് പറഞ്ഞാലും C ഡബിൾ ബോണ്ട് OH എന്ന് പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞു. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. റസീദ് ഓക്കെ ആണോ അവനെ? റസീദേ ഓക്കെ. അൽവീന ഓക്കെ ആണോ? അൽവീന ഓക്കെ. റിച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ? റിച്ചി ഇതിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒന്നും കയറിയിട്ടില്ലായിരുന്നു. റിച്ചിക്ക് മനസ്സിലാവുന്നുണ്ടോ? വല്ലോ ബാക്കിയുള്ളവർക്കെല്ലാം ഓക്കെയാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. കാർത്തിക്, ഐറിന്, ഇനോക്ക്, അൽഫ, വിഷ്ണു, അദ്വൈത്, അർച്ചിത, അൻവിന്. സാറേ ആ സ്ക്രീൻ ഒന്നുകൂടെ ഒന്ന് കാണിക്കൂ. ഡൗട്ടുള്ളവർ ചോദിക്കുക. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇതിനകത്ത് ചോദിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം നേരിട്ട് വരുന്ന സമയത്ത് എന്നോട് ചോദിക്കുക, പറഞ്ഞുതരാം. അടുത്ത കോമ്പൗണ്ട് 15ാമത്തെ കോമ്പൗണ്ട് എഴുതിക്കോളൂ. CH3. അടുത്തത് CH3COOH. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ COOH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ COOH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അവൻ കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. കാർബോക്സിലിക് ആസിഡ് ആണ്. അവനെ പേരിന്റെ അവസാനം ഓയിക് ആസിഡ് എന്നാണ് ചേർക്കുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. ആൽഡിഹൈഡ് എഴുതിയ പോലെ തന്നെ ഇവനെ സ്ട്രക്ചർ ആയിട്ട് വേണ്ടി ഇങ്ങനെ എഴുതാം. C ഡബിൾ ബോണ്ട് OH എന്ന് എഴുതാം. അതാണ് COOH എന്ന് എഴുതുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇങ്ങനെയും ചോദിക്കാം, ഈ സ്ട്രക്ചർ ആയിട്ടും ചോദിക്കാം, ഇങ്ങനെയും ചോദിക്കാം. അപ്പൊ ഇതിനെ ഇപ്പൊ സ്ട്രക്ചർ ആയിട്ട് ചോദിക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ചോദിക്കാം. എന്താ? CH3 C ഡബിൾ ബോണ്ട് OH. ഇവിടെ നേരത്തെ H വരുവാണെങ്കിൽ അത് ആൽഡിഹൈഡ് ആവും. ഇവിടെ OH വരുമ്പോൾ അത് കാർബോക്സിലിക് ആസിഡ് COOH വന്നു. ഇവന് 2 കാർബൺ ഉള്ള ഓയിക് ആസിഡ്. അപ്പൊ ഫസ്റ്റ് കാർബൺ ഇത്, സെക്കൻഡ് കാർബൺ ഇത്. അപ്പൊ ഇവനെന്താ? ഇത് വന്നു. ഈ കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. അപ്പം എയിൻ വരും. ഇനി എന്താ? 1 വരും, ഓയിക് ആസിഡ് വരും.
ഓയിക് ആസിഡ് വരും. ഇനി ഈ എഴുതാൻ പറ്റുമോ? ഇല്ല, ഇതിന്റെ ഈ കട്ട് ചെയ്ത് കളഞ്ഞു. യഥൻ വണ്ണോയിക് ആസിഡ്. സിമ്പിളി നമുക്ക് വേണമെങ്കിൽ യഥനോയിക് ആസിഡ് എന്ന് എഴുതാം. യഥനോയിക് ആസിഡ് എന്ന് എഴുതാം. യഥനോയിക് ആസിഡ് എന്ന് എഴുതാം. ഇനി ഇതിനും ഒരു കാർബണുള്ള കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും ഉണ്ട്. അത് നോക്കിയോ, അത് തന്നെ ഇങ്ങനെ എഴുതും. 16-ാമത്തേത് HCOOH എന്ന് എഴുതും. സ്ട്രക്ചറായിട്ട് എഴുതുവാണെങ്കിൽ എങ്ങനെ എഴുതും? C ഡബിൾ ബോണ്ട് OH ആണ് കാർബോക്സിലിക് ആസിഡിന്റെ സ്ട്രക്ചറൽ ഫോർമുല. അതിൻ്റെ കൂടെ ഒരു H വരും. ഒരു കാർബണുള്ള ഓയിക് ആസിഡ് എന്ന് പറയുമ്പോൾ അവൻ മെഥനോയിക് ആസിഡ് എന്ന് പറയും. മെഥനോയിക് ആസിഡ്. ഈ മെഥനോയിക് ആസിഡിന് വേറൊരു പേരുണ്ട്, ഫോർമിക് ആസിഡ് എന്ന് പറഞ്ഞ പേരുണ്ട്. അതായത് ഉറുമ്പ് കടിക്കുമ്പോഴോ അല്ലെങ്കിൽ കടന്തൽ കുത്തുമ്പോഴോ അവർ നമ്മുടെ ശരീരത്തിലോട്ട് ഇഞ്ചക്ട് ചെയ്യുന്ന ആസിഡാണ് മെഥനോയിക് ആസിഡ്. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ഫോർമിക് ആസിഡ് എന്ന് അവന്റെ പേര് പറയും, ഫോർമിക് ആസിഡ്. അത് ഓർത്ത് വെച്ചോണം. കടന്തൽ കുത്തുമ്പോഴോ അല്ലെങ്കിൽ ഉറുമ്പ് കടിക്കുമ്പോഴോ ഒക്കെ അത് നമ്മുടെ ശരീരം നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാകത്തില്ലേ, അത് ഈ ആസിഡ് നമ്മുടെ ശരീരത്തിലോട്ട് കുത്തിവെക്കുന്നുണ്ടാണ്. അതേപോലെ തന്നെ മറ്റേ ഒരു കാർബണുള്ള ആൽഡിഹൈഡിനെ ഫോർമാൽഡിഹൈഡ് എന്നാണ് പറയുന്നത്. അതും കൂടെ അവിടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണം. നമ്മൾ ആ ഫോർമാൽഡിഹൈഡ് എഴുതിയില്ലേ, എത്രാമത്തെ ആയിരുന്നു? 13-ാമത്തെ കോമ്പൗണ്ട് എഴുതിയില്ലേ. അവന്റെ വേണമെങ്കിൽ മെഥനാൽ എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഫോർമാൽഡിഹൈഡ് എന്ന് എഴുതിയേക്കാം. ഓക്കെ, 17-ാമത്തെ നോക്കിയോ. 17-ാമത്തെ നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരു മോഡലിന് വ്യത്യസ്തമായിട്ടൊരു മോഡലാണ്. CH3 CH CH2 CH2 CH CH2. ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3. അപ്പൊ ഇവിടെ ഒരു മരം വന്നു, ആ മരത്തിൽ 2 ബ്രാഞ്ചുകൾ വന്നു. അപ്പൊ 2 ബ്രാഞ്ച് ഉണ്ടാവുമല്ലോ ഇല്ലേ, 2, 3, 4, 5 ബ്രാഞ്ചൊക്കെ മരത്തിനുണ്ടാവും ഇല്ലേ. അപ്പൊ അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കിയോ, ഇതിനെ നെയിം ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ചോണം, ഏത് ബ്രാഞ്ചാണ് ഏറ്റവും അടുത്തിരിക്കുന്നത് എന്ന് നോക്കണം, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്നത്. ഇപ്പം ഇവിടെ നിന്ന് എണ്ണിയാൽ 1, 2, 3, 4, 5, 6. ഓക്കെ, ഇനി തിരിച്ചെണ്ണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ നിന്ന് എണ്ണി കഴിഞ്ഞാൽ ആദ്യത്തെ ബ്രാഞ്ച് 2-ലും രണ്ടാമത്തെ ബ്രാഞ്ച് 5-ലും. തിരിച്ചെണ്ണിയാലും 1, 2, 3, 4, 5, 6. തിരിച്ചെണ്ണിയാലും രണ്ടാമത്തേലും അഞ്ചാമത്തെ ബ്രാഞ്ചിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ എണ്ണാം. ഓക്കെ ആണല്ലോ. ഞാനിപ്പോ ഇങ്ങനെ എണ്ണി. അപ്പം ആദ്യം ബ്രാഞ്ചുകളെയാണ്. അപ്പൊ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇതേ ഉള്ളൂ, വേറെ ചെയിൻ ഒന്നുമില്ല അല്ലേ. ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇങ്ങനെ നോക്കുവാണെങ്കിൽ 6, ഇങ്ങനെ നോക്കുവാണെങ്കിലും 6, തിരിച്ചിങ്ങനെ നോക്കുവാണെങ്കിലും 6 ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പം നമ്മൾ നേരെ തന്നെ നോക്കി. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തത്. ഇത് മെയിൻ ചെയിന്. ഇത് നമ്മുടെ 2 ബ്രാഞ്ചാണ്. ഇതും ബ്രാഞ്ചാണ്. അപ്പൊ രണ്ടാമത്തേലും അഞ്ചാമത്തെ പൊസിഷനിലോ ബ്രാഞ്ച്. അപ്പം ബ്രാഞ്ച് ഒക്കെ പ്രിഫിക്സിലാണ് എഴുതുന്നത്. അപ്പൊ നോക്കിയോ, 2 ബ്രാഞ്ച് ഉള്ളതുകൊണ്ട് ആ രണ്ടിന്റെയും പൊസിഷൻ 2,5 എന്ന് എഴുതിയിട്ട് എത്ര ബ്രാഞ്ച് ഉണ്ട്? 2,5. ഡൈ ഏത് ബ്രാഞ്ചാണ്? ഒരു കാർബണുള്ള ബ്രാഞ്ചാണ്. ഡൈ മീഥൈൽ. 6 കാർബൺ എന്താണ് വേർഡ് റൂട്ട് എന്ത് വരും? ഹെക്സ്. കാർബണിന്റെ ഇടയ്ക്കെല്ലാം സിംഗിൾ ബോണ്ടാണ്, ഹെക്സെയിൻ. 2,5 ഡൈ മീഥൈൽ ഹെക്സെയിൻ ആയിരിക്കും ഇതിന്റെ ആൻസർ വരുന്നുണ്ടാവുക. ഡൗട്ട് ഉള്ളവർ ചോദിക്കുക. സാറേ 3 ബ്രാഞ്ച് ഒക്കെ വരുവാണെങ്കിലോ? വരും. ഞാനിപ്പോ അതാ ചെയ്യാൻ പോകുന്നത്. 3 ബ്രാഞ്ച് വരുന്നതാ ചെയ്യാൻ പോകുന്നത് അടുത്തത്.
മൂന്ന് സെയിം ബ്രാഞ്ച് വരുന്നതും വരാം, ഡിഫറൻറ്റ് ബ്രാഞ്ചും വരുന്ന വരാം. മീതയിലും ഈതയിലും വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിപ്പോ രണ്ട് മീതയിലല്ലേ വന്നത്, ഒരെണ്ണം മീതയിലും ഒരെണ്ണം മീതയിൽ ബ്രാഞ്ചും വരുന്നതുണ്ട്. മനസ്സിലായോ? ആ രീതിയിൽ അതൊക്കെയാണ് നമ്മുടെ നെയിം ചെയ്യാൻ പോകുന്നത്. അതുകൂടെയൊക്കെ ഉള്ളൂ എനിക്ക് നെയിമിങ്ങിനകത്ത്. ഈ നെയിമിംഗ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഈ ഓർഗാനിക് കെമിസ്ട്രിയുടെ നെയിമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഒരു സാധനമാണ്. +1 ആ കടലിൽ നിങ്ങൾ ഒന്ന് മുങ്ങിക്കുളിക്കാൻ പറ്റും അതിന്റെ തീരത്ത് നിന്നിട്ട്. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ആ കടലിൽ മീൻ പിടിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായോ? കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള രീതിയിൽ മീൻ പിടിക്കുക. അടുത്ത തവണ നമുക്ക് അതിനകത്ത് മുങ്ങിക്കുളിക്കാൻ പറ്റും കുറച്ചുകൂടെ. പക്ഷെ കടൽ പോലെ കിടക്കുകയാണ്, പഠിച്ച് തീരത്തില്ല. അതാണ് അതിന്റെ ഒരു അവസ്ഥ. നമ്മളൊരു തൊട്ട് തൊടിയിച്ചൊക്കെ ഒന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മാത്രമേ ഈ വർഷം പഠിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചത് ഒരു ഡബിൾ ബോണ്ടും ഒരു ബ്രാഞ്ചും കൂടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ പഠിക്കാനില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം ഇൻ കേസ് ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, ഇത് എഴുതി വിശ്വസിക്കുന്നു. അടുത്ത ഒന്ന് നോക്കിയേ. അടുത്ത നമ്മുടെ കാർത്തിക് ചോദിച്ചത് 3 ബ്രാഞ്ച് വരുന്നാൽ എങ്ങനെയാണ് നമുക്ക് നോക്കാം. CH3 CH CH2 CH CH CH3 ഇതിലൊരു ബ്രാഞ്ച് വന്നു, ഇതിലൊരു ബ്രാഞ്ച് വന്നു, ഇതിലൊരു ബ്രാഞ്ച് വന്നു. അപ്പൊ നമ്മൾ മെയിൻ ചെയിൻ നിങ്ങൾ എങ്ങനെ നോക്കിയാലും ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കണം. അപ്പൊ ഇപ്പൊ ഇവിടെ ഇത് ലോങ്ങസ്റ്റ് ചെയിനും ഇത് 3 ബ്രാഞ്ചുമായിട്ട് ഞാൻ എടുത്തിരിക്കുക. കാരണം വേറെ എങ്ങനെ എടുത്താലും ഒരുപോലെ ഉള്ളൂ. മനസ്സിലായോ? 6 കാർബണേ വരുന്നുള്ളൂ. അപ്പൊ നോക്കിയേ, ഇവിടെ എങ്ങനെയാ നമ്പർ ചെയ്യുന്നത്? നമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്പർ ചെയ്യാൻ നമുക്ക് ലോവസ്റ്റ് ലോക്കൻ റൂൾ എന്ന് പറഞ്ഞൊരു റൂൾ ഉണ്ട്. ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരുമ്പം ലോവസ്റ്റ് ലോക്കൻ റൂൾ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്. അത് നോക്കിയോ, അതെന്താന്ന് പറഞ്ഞുതരാം. ഇങ്ങനെ ഒന്ന് നമ്പർ ചെയ്യണം ആദ്യമേ. 1 2 3 4 5 6 ഇങ്ങനെ നമ്പർ ചെയ്യുമ്പം ഇതിന്റെ പൊസിഷൻ ഏതൊക്കെയായിരിക്കും ബ്രാഞ്ച് കിടക്കുന്നത്? 2ലും 4ലും 5ലുമാണ്. ഇതിനെല്ലാം കൂടെ കൂട്ടുക. 5 4 9 2 11. ഇനി തിരിച്ചുകൂടെ നമ്പർ ചെയ്യുക. 1 2 3 4 5 6. ഇപ്പൊ ഇത് ഏതൊക്കെ ബ്രാഞ്ചിലാണ് കിടക്കുന്നത്? ഏതൊക്കെ കാർബണാണ് കിടക്കുന്നത്? 2ലും 3ലും 5ലും. അപ്പൊ നോക്കി, ഇതിനെ കൂട്ടുമ്പം 2 3 5 5 5 10 ഉള്ളൂ. ഇതിനകത്ത് ഏറ്റവും കുറവ് ഏതാണോ ആ സൈഡിൽ നിന്ന് എണ്ണാൻ തുടങ്ങുക. അപ്പൊ 10 ആണ് ഇവിടെ കുറവ്. 10 വന്നത് എങ്ങനെയാണ്? ഇവിടൂന്ന് ഇങ്ങോട്ടേക്ക് എണ്ണിയപ്പോഴാണ് 10 വന്നത്. അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കാൻ പോകുന്നത്? നമ്പറിംഗ് സ്റ്റൈലായിട്ട് എടുക്കാൻ പോകുന്നത്. ആ രീതിയിലാണ് നമ്പറിംഗ് ഡയറക്ഷൻ. അപ്പം നമ്മൾ അതിനെ നമ്പറിംഗ് ഡയറക്ഷൻ ആയിട്ട് എടുക്കാൻ പോവാണ്. അപ്പൊ അത് ഒന്നുകൂടെ മുകളിലോട്ട് എഴുതാം. ഈ റൂളിനെ നമ്മൾ ലോവസ്റ്റ് ലോക്കൻ റൂൾ എന്നാണ് പറയുന്നത്. അപ്പം ഇത് വേണേൽ എഴുതിക്കോണം. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് എണ്ണിയപ്പോഴാണ് നമുക്ക് 11 വന്നത്. ഇത് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയപ്പോഴാണ് 10 വരുന്നത്. ഇത് ലോവസ്റ്റ് ലോക്കൻ റൂൾ എന്ന് പറയും. ലോവസ്റ്റ് ലോക്കന്റ്. നേരത്തെ ക്വസ്റ്റിലും നമുക്ക് അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ രണ്ട് സൈഡിലും ഒരേ പോയിന്റിൽ തന്നെ വന്നുകൊണ്ടാണ് നമ്മൾ എണ്ണുമ്പോൾ രണ്ടും ഒരുപോലെ വരും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എണ്ണാതെ നമ്മൾ ചെയ്തത്. ലോവസ്റ്റ് ലോക്കന്റ് റൂൾ. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് നമ്പർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ 1 2 3 4 5 6. അപ്പം എങ്ങനെയാണ് പറഞ്ഞ കാർത്തിക് എന്നൊന്ന് പറഞ്ഞിടാം. രണ്ടിലും 3ലും 5ലും ബ്രാഞ്ച്. അപ്പൊ എന്തായിരിക്കും? 2, 3, 5. 3 മീഥൈൽ ഗ്രൂപ്പാണ്. ട്രൈ മീഥൈൽ എത്ര? 6 ഹെക്സൈൻ എന്ന് വരും. കാർത്തികിന് മനസ്സിലായോ? മനസ്സിലായി. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഒരു 2 ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെയിമിങ് തീരും. നെയിമിങ് ഇത്രയും പഠിച്ചാൽ മതി. ഇതിന്റെ പല രീതിയിൽ വരും കേട്ടോ. ഞാനിപ്പോ ഈ പഠിപ്പിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെ അല്ലായിരിക്കും. ഇതിന്റെ പല രീതിയിൽ വരും. അത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, അപ്പൊ നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. CH3 CH2 CH CH2 CH CH2 CH2 CH3. ഇവിടെ ഒരു CH3 വന്നു, ഇവിടെ ഒരു CH2 CH3 വന്നു. നോക്കിയേ, അപ്പൊ ഇതിനകത്ത്
ലോങ്ങസ്റ്റ് ചെയിനും ബ്രാഞ്ചും ആദ്യം തിരിച്ചറിയണം. നോക്കിയോ, ഇതിനകത്ത് ഇങ്ങനെ എണ്ണുവാണെങ്കിൽ ഇതിൽ 8 എണ്ണം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനെ രണ്ടിനെയും ബ്രാഞ്ച് ആയിട്ട് എടുക്കാം. വേറൊരു പോസിബിലിറ്റി എന്താ, ഇങ്ങനെ എണ്ണുവാണെങ്കിൽ നോക്കിക്കോളൂ, ഇതിനെയും ബ്രാഞ്ച് ആയിട്ട് എടുക്കാം. ഓക്കെ, ഇങ്ങനെ എണ്ണുമ്പോൾ 1 2 3 4 5 6 7 എണ്ണേ ഉള്ളൂ. അപ്പൊ നമുക്ക് നേരെ തന്നെ എണ്ണുന്നതായിരിക്കും അതിന്റെ ഒരു ശരി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ ലോങ്ങസ്റ്റ് ചെയിൻ ആയിട്ട് ഇതിനെ അങ്ങ് സെലക്ട് ചെയ്യാണ്. ഇതാണ് നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ ഇതും ബ്രാഞ്ചാണ്, ഇതും ബ്രാഞ്ചാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, രണ്ടും രണ്ട് ഡിഫറെന്റ് ടൈപ്പ് ബ്രാഞ്ചാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്പർ ചെയ്യുന്നത് ലോവസ്റ്റ് ലോക്ക് ആൻഡ് റൂൾ അനുസരിച്ച് തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇങ്ങനെ നമ്പർ ചെയ്ത് നോക്കുക. ഈ ഡയറക്ഷനിൽ നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8 അങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ എത്രാമത്തെ പൊസിഷനിലാണ് ബ്രാഞ്ച് കിടക്കുന്നത്? 3ലും 5ലും. അപ്പൊ 3 + 5 ചെയ്യുമ്പോൾ നമുക്ക് 8 ആണ് വരുന്നത് ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി തിരിച്ച് നമ്പർ ചെയ്ത് നോക്കാം. തിരിച്ച് നമ്പർ ചെയ്ത് നോക്കുമ്പോൾ 1 2 3 4 5 6 7 8 തിരിച്ച് നമ്പർ ചെയ്യുമ്പോൾ 4ലും 6ലും ആണ് കിടക്കുന്നത്. അപ്പൊ 4 + 6 ആണ്, അപ്പൊ 10 ഇങ്ങോട്ട് എണ്ണുന്ന സമയത്ത്. അപ്പൊ ഇതിൽ ലോവസ്റ്റ് ലോക്ക് ആൻഡ് റൂൾ അനുസരിച്ച് ലോവസ്റ്റ് ആയിട്ടുള്ളത് 8 ആണ്. അതെങ്ങനെ എണ്ണുമ്പോഴാണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് എണ്ണുമ്പോഴാണ്. അപ്പോൾ ആ നമ്പറിംഗ് പാറ്റേൺ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ റൈറ്റിൽ നിന്ന് എന്താണ് ലെഫ്റ്റിലോട്ട് എണ്ണുകയാണ്. 1 2 3 4 5 6 7 8. അപ്പൊ നമ്പറിംഗ് ഫിക്സ് ചെയ്തു. ബ്രാഞ്ച് ഏതാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഒരെണ്ണം 1 കാർബണുള്ള ബ്രാഞ്ച് മീഥൈൽ, ഒരെണ്ണം 2 കാർബണുള്ള ബ്രാഞ്ച് അത് ഈഥൈലാണ്. ഇനി നെയിം ചെയ്യുമ്പോൾ എപ്പോഴും ആൽഫബറ്റ് ഓർഡറിൽ വേണം നെയിം ചെയ്യാൻ. അതായത് എം ആണ് മീഥൈലിന്റെ, ഇ ആണ് ഈഥൈലിന്റെ. എം ആണോ ഇ ആണോ ആദ്യം വരുന്നത്? ഇ ആണ് ആദ്യം വരുന്നത്. അപ്പൊ ഈഥൈലിനെ ആദ്യം എഴുതുക. എഴുതുമ്പോൾ നമ്പർ ചെയ്യുന്നത് ലോവസ്റ്റ് ലോക്ക് ആൻഡ് റൂൾ അനുസരിച്ചാണ്. എഴുതുമ്പോൾ പ്രിഫറൻസ് ഈഥൈലിനാണ്, ആൽഫബറ്റ് ഓർഡർ അനുസരിച്ച്. അപ്പം 5ാമത്തേതിൽ ഈഥൈലാണ്, 5 - ഈഥൈൽ. ഇനിയും വീണ്ടും ഒരു ഹൈഫൻ, എന്താണ് അടുത്തത്? 3 - മീഥൈൽ. എന്താ? അപ്പം നമ്മൾ അതിന്റെ പ്രിഫിക്സ് എല്ലാം കഴിഞ്ഞു. ഇനി എന്താ? പ്രിഫിക്സിനകത്ത് ആൽക്കൈൽ ഗ്രൂപ്പ് ആൽക്കൈൽ ഗ്രൂപ്പ് കഴിഞ്ഞു. ഇനി വേർഡ് റൂട്ടാ. വേർഡ് റൂട്ടിനകത്ത് 8 കാർബൺ, അതിനെ നമ്മൾ ഒക്ട എന്ന് പറയുന്നു. ഓക്കെ ആണല്ലോ. ഇനി എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പൊ എന്താ? ഒക്ടേൻ. 5 ഈഥൈൽ 3 മീഥൈൽ ഒക്ടേൻ എന്നാണ് ഈ കോമ്പൗണ്ടിന്റെ പേര്. ഡൗട്ട് ഉള്ളവർക്ക് ചോദിക്കാം. സർ 3 മീഥൈലാതെ എഴുതാൻ പറ്റും. 3 മീഥൈലാതെ എഴുതാൻ പറ്റും. പറ്റത്തില്ല. അതിലെ പറഞ്ഞത് നമ്മള് നെയിം ചെയ്യുന്ന സമയത്ത് ആൽഫബറ്റ് ഓർഡർ വേണം മുമ്പിൽ എഴുതാൻ. ആൽഫബറ്റ് ഓർഡർ വേണം നമ്മൾ എഴുതാൻ. ആൽഫബറ്റ് ഓർഡർ ആരാ മുമ്പില്? ഇ ആണോ എം ആണോ മുമ്പില്? ഇ. അപ്പൊ ഈനെ ആദ്യം എഴുതണം. ഈനെ ആദ്യം എഴുതുമ്പോൾ അതിന്റെ പൊസിഷനും അതിന്റെ ഫ്രണ്ടിൽ എഴുതും, മാത്രമേ ഉള്ളൂ. ഇനി ഒരു ക്വസ്റ്റ്യനോടെ തരാം. എഴുതിക്കോളൂ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നെയിമിങ്ങിന്റെ. നോക്കട്ടെ, ഒരെണ്ണം കൂടെ തരാം, ഒരു എക്സ്ട്രാ കൂടെ തരാൻ പറ്റുമോ നോക്കട്ടെ. നിങ്ങൾ ഇന്നലെ ചോദിച്ചതിന്റെ അനുസരിച്ച് നോക്കൂ. CH3 CH2 CH, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു CH3, ഇവിടെ ഒരു 1 2 3 ഇവിടെ CH വരത്തില്ലേ, ഇവിടെ C ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു CH2, വീണ്ടും ഇവിടെ ഒരു CH, ഇതേലൊരു CH2 CH3, ഇതേലൊരു CH2, ഇതേലൊരു CH2, ഇതേലൊരു CH3, ഇങ്ങനെ വരിക. അപ്പൊ എന്തായിരിക്കും ചെയ്യുക? ഇങ്ങനെ ചെയ്യുമ്പോൾ ലോങ്ങസ്റ്റ് കാർബൺ ആറ്റം എടുക്കുക. ലോങ്ങസ്റ്റ് കാർബൺ ആറ്റം എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിയോ, ഇങ്ങനെ വേണമെങ്കിൽ എണ്ണി നോക്കാം.
എൻഡ് ടു എൻഡ് അതല്ല. വേണമെങ്കിൽ ഇനിയും വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ എണ്ണി നോക്കാം, അതുമല്ല 6 ഉള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വേണേലും എണ്ണി നോക്കാം, അതിനകത്തും തെറ്റാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ എണ്ണുന്നതായിരിക്കും നല്ലത്. ഇങ്ങനെ എണ്ണുമ്പോഴാണ് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ കാർബൺ ആറ്റം വരുന്നത്. ഓക്കെ, ഇവിടെ 1 2 3 4 5 6 7 8. അപ്പം ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതും ബ്രാഞ്ചാണ്. ഓക്കെ ആണല്ലോ. അപ്പം ബ്രാഞ്ചിനെ നമ്പർ ചെയ്യണം. ബ്രാഞ്ചിനെ നമ്പർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ നമ്പർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുമോ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നമ്പർ ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് നമ്പർ ചെയ്യുക. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് നോക്കി, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5, ഇത് 6, ഇത് 7, ഇത് 8. മൂന്നാമത്തെ പൊസിഷനിലും 6ാമത്തെ പൊസിഷനിലുമാണ് ബ്രാഞ്ച്. അപ്പം ഇങ്ങോട്ട് എണ്ണുമ്പോൾ മൂന്നാമത്തെ പൊസിഷനിൽ 2 പേരുള്ളതുകൊണ്ട് 3 + 3 + 5 എന്ന് വേണം ചെയ്യാൻ. അപ്പം 3 3 6 6 5 11 ഇങ്ങോട്ട് ഇങ്ങനെ എണ്ണുമ്പോൾ. തിരിച്ചെണ്ണുമ്പോൾ നോക്കിയേ, തിരിച്ചെണ്ണുമ്പോൾ 1 2 3 4 5 6 7 8. തിരിച്ചെണ്ണുമ്പോൾ 4ാമത്തെ കാർബണിലും 6ാമത്തെ കാർബണിലുമാണ്. 6ാമത്തെ കാർബൺ 2 ഉള്ളതുകൊണ്ട് 4 + 6 + 6 എന്ന് എഴുതണം. 6 6 12, 12 4 16. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറുത് 11 ആണ്. അപ്പം ഏത് രീതി വേണം കാർബണെ നമ്പർ ചെയ്യാൻ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്. ഓക്കെ ആണല്ലോ. അപ്പം അത് നമുക്ക് ആ കാർബണിന്റെ തൊട്ടടുത്ത് തന്നെ എഴുതാം. അപ്പം ഇത് 1 2 3 4 5 6 7 8. ഇനി നമുക്ക് എഴുതാം. ഇനി മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഈ ആണ് ആദ്യം വരുന്നത്. അപ്പൊ ഈഥൈലിനെ ആദ്യം എഴുതുക. 5ാമത്തേലാണ് ഈഥൈൽ. 5 ഈഥൈൽ, 5 ഹൈഫൻ ഈഥൈൽ, വീണ്ടും ഒരു ഹൈഫൻ. 3ാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ആ പൊസിഷൻ 2 പ്രാവശ്യം എഴുതണം. 3,3 എന്ന് എഴുതണം. ആ പൊസിഷനിൽ തന്നെ 2 ഉള്ളതുകൊണ്ടാണ് 3,3. ഡൈ, പിന്നെ ഹൈഫൻ ഡൈ 3,3. എത്ര മീഥൈൽ ഉണ്ട്? ഡൈ മീഥൈൽ. ഓക്കെ, ഇതാണ് അതിന്റെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഡൗട്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നെയിമിങ്. ഈ എല്ലാ മോഡലും ഓരോ ക്വസ്റ്റ്യൻ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത ഇത് ചെയ്യുന്ന സമയത്ത് ചെയ്യിപ്പിക്കാം. പിന്നെ ഡബിൾ ബോണ്ടും ആൽക്കൈൽ ഗ്രൂപ്പും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും ഞാനത് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് പറഞ്ഞു തരാം. ആരെങ്കിലും എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ ഇങ്ങനെ നിൽക്കാം.